വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് LPST റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം 7ാം ദിവസത്തിലേക്ക്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 9 മാസം പിന്നിടുമ്പോഴും നിയമനമാകുന്നില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് മനു പ്രസാദ് സമരപന്തൽ സന്ദർശിച്ചു. ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങളിൽ സർക്കാർ കണ്ണടയ്ക്കരുതെന്ന് മനു പ്രസാദ് പറഞ്ഞു. മത്സര പരീക്ഷകൾ എഴുതി നിയമനം കാത്ത മാസങ്ങൾ പിന്നിട്ടതോടെയാണ് പ്രത്യക്ഷ പ്രതിഷേധവുമായി ഉദ്യോഗാർത്ഥികൾ ഇറങ്ങിയത്. സെക്രട്ടേറിയറ്റിലെ നിരാഹാര സമരം ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സർക്കാരിന്റെ കടുത്ത അവഗണനയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി എത്തിച്ചതെന്ന് ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെടുന്നു. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 10 മാസം കഴിഞ്ഞിട്ടും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെ കാണുകയുണ്ടായി, ധനകാര്യമന്ത്രിയെ കാണുകയുണ്ടായി, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ കാണുകയുണ്ടായി. അപ്പോൾ ഇവിടെ നിന്നും ഞങ്ങളൊരു പോസിറ്റീവായിട്ടുള്ള മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ ചില ആവശ്യങ്ങൾ ഗവൺമെൻറ്റിനോട് മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത് വേണം. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഏറ്റവും ഒടുവിലാണ് ഈ സമരം എന്ന് പറയുന്നൊരു ഇത് സ്വീകരിക്കേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഈ ജോലി കിട്ടാനുള്ള അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു നടപടി ഉണ്ടാവണം. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനു പ്രസാദ് സമരപന്തൽ സന്ദർശിച്ച് ഉദ്യോഗാർത്ഥികളുമായി ആശയവിനിമയം നടത്തി. അടിസ്ഥാന ആവശ്യങ്ങളുമായി സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് മനു പ്രസാദ് പറഞ്ഞു. ഉദ്യോഗാർത്ഥികളുടേത് ന്യായമായ ആവശ്യം, യുവമോർച്ച ഒപ്പമുണ്ടെന്നും മനു പ്രസാദ് വ്യക്തമാക്കി. ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി അവർക്ക് തൊഴിൽ കൊടുക്കുമെന്ന വിശ്വാസം വരുത്തി അവർ കാര്യമായി പഠിച്ച് വീട്ടിൽ ഒരുപാട് പണവും സ്വത്തുക്കളും വച്ചിട്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടായിരുന്നിട്ടല്ല, എന്തെങ്കിലും ഒരു ജോലി കാണിക്കാൻ വേണ്ടി ജോലി നേടണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് ജീവിക്കാൻ ഒരു വരുമാനം ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൽ ഒരു ജോലി നേടണമെന്ന രീതിയിൽ അവർ നന്നായി പഠിച്ചു. ഗവൺമെൻറ് പറഞ്ഞ എല്ലാ ക്വാളിഫിക്കേഷനും നേടി അവർ PSC എക്സാം എഴുതി ആ ലിസ്റ്റിൽ വന്നു. ലിസ്റ്റിൽ വന്നാൽ സ്വാഭാവികമായിട്ടും ലിസ്റ്റിൻ്റെ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നിയമം ഇവിടെ പറയപ്പെടുന്നത്. കാരണം ഇപ്പോഴും 1ാം റാങ്ക് കിട്ടിയിട്ടുള്ള ആളുകളെ പോലും ഏതാണ്ട് 10ഓളം ജില്ലകളിൽ ഇതുവരെ അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടില്ല. എന്നാൽ PSC വിളിക്കുന്ന സമയത്ത് ജോലി കൊടുക്കും എന്ന നിലയിലാണ് PSC വിളിച്ചിരിക്കുന്നത്. പക്ഷേ അവർക്ക് ജോലി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ കണ്ണു തുറക്കാനായി കഴിഞ്ഞ ദിവസം ഉദ്യോഗാർത്ഥികൾ മുട്ടിലിഴിഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് 2000 ഉദ്യോഗാർത്ഥികളെ അണിനിരത്തി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സമരസമിതി അറിയിച്ചു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റ് വരെയാണ് പ്രതിഷേധം. ജനം, തിരുവനന്തപുരം.